മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെഴുകുതിരിയുടെ പിറവി ലക്ഷ്യം ഒരു ജ്വാലയാവുകയാണ് എന്ന് റൂമി എഴുതുന്നു. വചനവിശുദ്ധിയാർന്ന അനേക ലക്ഷം നെയ്ത്തിരിനാളങ്ങൾ ഉജ്ജ്വലപ്രഭ ചൊരിയുന്ന ഇടമാണ് കേരള കത്തോലിക്ക സഭയുടെ ബൈബിൾ കമ്മീഷനും കേരള കത്തോലിക്ക ബൈബിൾ സൊസൈറ്റിയും കഴിഞ്ഞ 23 വർഷങ്ങളായി നടത്തിവരുന്ന ലോഗോസ് ക്വിസ്. കേരളത്തിനകത്തും പുറത്തുമായി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും അനേക ലക്ഷം പേരാണ് ഈ വർഷവും ലോഗോസ് എന്ന വചനപ്രഭാപൂരത്തിൽ മാറ്റുരച്ചത്. 4,70,70,781 പേർ A, B, C, D, E, F എന്നീ 6 വിഭാഗങ്ങളിലായി രൂപത, സംസ്ഥാന, അഖിലേന്ത്യാ തലങ്ങളിൽ പരീക്ഷ എഴുതി. അങ്ങനെ ഈ 6 വിഭാഗങ്ങളിൽ നിന്ന് ഒന്നാമതെത്തിയ 6 പേരാണ് ലോഗോസ് പ്രതിഭാ മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ന് നമുക്കൊപ്പം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് ഏത് റൗണ്ടിലായിരുന്നു? ഓപ്ഷൻസ് ഒക്കെ ഉള്ള റൗണ്ടാണ്. അത് ഏത് റൗണ്ടാണ്? അതാണ് ഈ റൗണ്ടിന്റെ 4ാമത്തെ റൗണ്ടിന്റെ പ്രത്യേകത. പേരിട്ടിരിക്കുന്ന പോലെ തന്നെ വളരെ സരളമായ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻസ് 4 ഉണ്ടാവും. പക്ഷേ ഓപ്ഷൻസ് ഇല്ലാതെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ക്വിസ് മാസ്റ്റർ തരും. അത് നിങ്ങൾക്ക് മുഴുവൻ മാർക്കായിട്ട് ലഭിക്കുന്നത് 15 പോയിന്റ് ആയിരിക്കും. അതല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് 4 ഓപ്ഷൻസും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 10 മാർക്ക് മാത്രമായിരിക്കും. 4 ഓപ്ഷൻസിൻ്റെ പ്രസൻസിലാണ് സ്ക്രീനിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് 2 ഓപ്ഷൻ കളഞ്ഞിട്ടും ക്വിസ് മാസ്റ്റർ നിങ്ങളെ ഉത്തരം പറയാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്കോർ ചെയ്യാവുന്നതാണ്. അങ്ങനെ 2 ഉത്തരങ്ങളിൽ നിന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് മാത്രമായിരിക്കും ലഭിക്കുക. അപ്പോൾ ഈ റൗണ്ട് നിങ്ങൾക്ക് പരമാവധി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു റൗണ്ട് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്വിസ് മാസ്റ്റർ 4ാം റൗണ്ട് സരളം റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ റൗണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമ്മൾ നമ്പർ 6 ഷിബു തോമസിൽ നിന്നാണ് ഒന്നാമത്തെ ചോദ്യം ആരംഭിക്കുന്നത്. ഷിബു തോമസ് റെഡിയാണോ? റെഡിയാണ്. 2 കൊറിന്ത്യസ് 6:4-8 വരെയുള്ള വാക്യങ്ങളിൽ 23 കാര്യങ്ങളിലാണ് അപ്പോസ്തലൻ അഭിമാനം കൊള്ളുന്നത്. അതിലെ ഏതു വാക്യത്തിലാണ് ദയ എന്ന പദമുള്ളത്? 2 കൊറിന്തോസ് 6-ാം അധ്യായം 6-ാം വാക്യം. 2 കൊറിന്തോസ് 6-ാം അധ്യായം 6-ാം വാക്യം. 6-ാം അധ്യായം 6-ാം വാക്യം. നമുക്കിവിടെ ഒന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ള കാര്യം. ഉത്തരം ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് അതിൻ്റെ പൂർണ്ണതയിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഫിഫ്റ്റി 6ഉം 7ഉമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഷിബു തോമസ് പറഞ്ഞത് അവിടെ വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം എന്നത്. അവസാനം എന്താണെന്നുള്ള കാര്യം നോക്കാം. അവസാനം 6 തന്നെയാണ്. ഓപ്ഷൻസ് ഇല്ലാതെയാണ്. അപ്പോൾ അത് ആ 23 കാര്യങ്ങളിൽ നിന്നും അതങ്ങനെ കണ്ടെത്തിയത് പണിയാണ് തൊട്ട്. ഓക്കെ, ഇനി 15 മാർക്ക്. ഒരു ഓപ്ഷനും ഇല്ലാതെ എന്ത് രസമായിട്ടാണ് അത് എടുത്തത്. അത് തന്നെയാണ് ഇത് സരളമെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ജിസ്മോൻ സന്നയോടാണ്. ജിസ്മോനെ, ചോദ്യം ഇതാ. യേശുവിനെ കഫർനാമിലെ അശുദ്ധാത്മാവ് ബാധിച്ചവൻ വിളിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നാണ്. ഓക്കെ, മോൻ ഓപ്ഷൻ ഒന്നും തിരഞ്ഞെടുത്തില്ല, ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതിനെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. നോക്കുക, 4 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. 4 ഓപ്ഷൻസിലെയും അത്യുന്നതനായ ദൈവപുത്രൻ, മഹോന്നതനായ ദൈവപുത്രൻ, ദൈവത്തിൻ്റെ പരിശുദ്ധൻ, നസ്രായൻ. ഇതിൽ 50-50 കടന്നു വരുമ്പോൾ ഏതൊക്കെ വരുമെന്ന് കൂടി നമുക്ക് നോക്കാം. നോക്കുക, പറഞ്ഞ ഉത്തരം അവിടെയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധനുമുണ്ട്, നസ്രായനുമുണ്ട്. അപ്പോൾ ഇവിടെയാണ് വിഷയം വരുന്നത്. എന്തായിരിക്കും? കാരണം ആ 4ാം അധ്യായത്തിലാണ് ഇത് രണ്ടും വന്നിട്ടുള്ളത്, കഫർനാമിലെ. അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം നസ്രായനാണ്.
സ്വദേശത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഈശോ കഫർനാമിലെ സിനഗോഗിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നത്, നസ്രായനെ നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യങ്ങളിൽ? നസ്രായനെ എന്നുള്ളൊരു ചോദ്യത്തിലാണ്. പിന്നീടാണ് വരുന്നത്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണല്ലോ. അഭിസംബോധനയല്ല അത്, അതൊരു അഫർമേഷനാണ്. അഭിസംബോധനയായിട്ട് വരുന്നത് നസ്രായനെ എന്നതാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം നസ്രായനാണ്. ജിസ്മോൻ പറഞ്ഞ ഉത്തരം ശരിയല്ലായിരുന്നു. സോറി. നമ്മൾക്ക് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലിയ ട്രീസ സുനിൽ, ചോദ്യം ഇതാണ്. മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനമെന്ന് പ്രഖ്യാപിച്ച പൗലോസ് ഏത് പശ്ചാത്തലത്തിലാണ് ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ ഒരവസരം നൽകുകയാണ് എന്ന് പറഞ്ഞത്? ഓപ്ഷൻ വേണമെങ്കിൽ മോൾക്ക് ചോദിക്കാം. ഓപ്ഷൻ വേണം. ഓപ്ഷൻ വേണം. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ തരാം. വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ, എനിക്ക് സന്തോഷം നൽകേണ്ടവർ എന്നെ ദുഃഖിപ്പിക്കാതിരിക്കാൻ, മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാകാതിരിക്കാൻ. ഏതാണ്? ഇനിയും ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇനിയും ഓപ്ഷൻ ഉണ്ട്. 50-50 പോകണോ? വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ എന്നാണ് മോള് പറഞ്ഞ ഉത്തരം. മോളെടുത്ത ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. ഇതിൽ 50-50 വരുമ്പോൾ അത് അവിടെ ഉണ്ടോ എന്ന കാര്യം നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. സോറി, ഇല്ല. അവിടെയുള്ളത് പിന്നെയുള്ളത് സിയും ഡിയുമാണ്. മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാകാതിരിക്കാൻ. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇവിടെ ഏതാണെന്ന് നോക്കാം. ഉത്തരം മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ. മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനമെന്ന് പ്രഖ്യാപിച്ച പൗലോസ് അപ്പോസ്തലൻ ഏത് പശ്ചാത്തലത്തിലാണ് ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ ഒരവസരം നൽകുകയാണെന്ന് പറഞ്ഞത്? മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഉത്തരം നൽകാനാണ്. നമുക്കൊരു കയ്യടി കൊടുക്കാം. റെഡിയായിട്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം വരികയാണ്. കർത്താവിൻ്റെ മഹത്വം, ക്രിസ്തുവിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം എന്നിവയെക്കുറിച്ചെല്ലാം അപ്പോസ്തലൻ ഇതൊക്കെയെല്ലാം പറയുന്നുണ്ട്. എവിടെയാണ് അപ്പോസ്തലൻ, എന്തിനെയാണ് അപ്പോസ്തലൻ അനുപമമായ മഹത്വം എന്ന് വിളിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വം എന്ന് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനെയാണ് അപ്പോസ്തലൻ അനുപമമായ മഹത്വം എന്ന് വിളിക്കുന്നത്? ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ബലമോ അനുഭവമായ മഹത്വവും. ഓക്കെ, ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ബലമോ അനുഭവമായ മഹത്വവും. അപ്പോൾ നമുക്ക് വചനം ഭാഗം നോക്കാം. നോക്കട്ടെ, ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ ഇങ്ങനെയാണ്. ക്ലേശങ്ങളുടെ ഫലമുണ്ട്, ആൻറ്റി പറഞ്ഞ അവിടെ ഇത് വന്നിട്ടുണ്ട്. ഉടമ്പടിയുടെ ഫലമുണ്ട്, ക്ഷമയുടെ ഫലമുണ്ട്, പിന്നെ അനുരഞ്ജനത്തിൻ്റെ ഫലമുണ്ട്. നമുക്ക് ഒന്ന് 50-50 നോക്കാം. എങ്ങനെയാണ് അതവിടെ ഉണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇന്ന് 50-50 ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് അവിടെ വീണ്ടും അവിടെയുണ്ട് ക്ലേശങ്ങളുടെ ഫലമുണ്ട്, പിന്നെ അവിടെ ക്ഷമയുടെ ഫലമുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? ഒന്നും കൂടി നമ്മൾ അകത്തേക്ക് പോകുകയാണ്. അടുത്ത ഉത്തരത്തിലേക്ക് കടക്കുന്നു. നോക്കുക, ക്ലേശങ്ങളുടെ ഫലം. വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു. ആ വചനം മുഴുവനും അങ്ങനെ പറഞ്ഞു തന്നു എന്നതാണ് പ്രത്യേകത. ഈ ഗുഡ്. ഓപ്ഷൻസ് ഇല്ലാതെ ആൻറ്റി ആൻസർ ചെയ്തതുകൊണ്ട് 15 മാർക്ക്. അമല ഷിൻഡോ, എന്താണ് യേശുവിനെ ദാവീദിന്റെ സിംഹാസനത്തെയും യാക്കോവിന്റെ ഭവനത്തെയും ബന്ധിപ്പിക്കുന്ന ഘടകം? എന്താണ്
യേശുവിനെ ദാവീദിന്റെ സിംഹാസനത്തെയും യാക്കോബിന്റെ ഭവനത്തെയും ബന്ധിപ്പിക്കുന്ന ഘടകം? ഓപ്ഷൻ ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് 50-50യുടെയും ഒരു അവസരമുണ്ട്. ഓപ്ഷൻസ് വേണം. ഓപ്ഷൻസ് ഇതാണ്: ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി ഭരണം, ഓപ്ഷൻ സി അധികാരം, ഓപ്ഷൻ ഡി കരുണ. ഭരണം. ഓപ്ഷൻ ബി ഭരണം. ഓപ്ഷൻ ബി ഭരണം. നമുക്ക് നോക്കാം, അടുത്തതിലേക്ക് നമുക്ക് പോകാം. 50-50യിൽ ഈ അമല പറഞ്ഞിട്ടുള്ളത് അവിടെ ഉണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കാം. 50-50യിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്താണ് അവിടെ ഭരണവുമുണ്ട് അധികാരവുമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇത്തിരി പ്രതീക്ഷ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു 15 മാർക്കാണേ, അല്ലല്ലോ 15 10 മാർക്കിൻ്റെ കാര്യമാണ്. നോക്കാം, നമുക്കൊന്നും കൂടി അകത്തേക്ക് കയറാം. ഭരണം ലൂക്ക 1:34-35 നമുക്കത് കാണാൻ സാധിക്കും എന്നതാണ് ഭരണം. ഇനി അമലയ്ക്ക് അതുകൊണ്ട് ഈ ചോദ്യത്തിന് നമ്മൾ 10 മാർക്കാണ് അവാർഡ് ചെയ്യുന്നത്. മേരി തോമസ് ചേച്ചിയോട് നമ്മൾ ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: ലേവ്യരുടെ പട്ടണമായ റഹോബ് ഏത് ഗോത്രത്തിന്റെ ഭാഗമാണ്? ആഷർ ഗോത്രത്തിൻ്റെത്. ഓക്കെ, നമുക്കൊന്ന് ഓപ്ഷൻസ് ഒന്നൊന്ന് കടന്നു നോക്കാം. വന്നിട്ടുണ്ട്, ഉത്തരം അവിടെ വന്നിട്ടുണ്ട്. ലേവ്യരുടെ സെബലൂൺ വന്നിട്ടുണ്ട്, ഇസാക്കർ വന്നിട്ടുണ്ട്, ആഷറുണ്ട്, ദാനുണ്ട്. ഒന്നും കൂടി നമുക്കതിൻ്റെ ആഴത്തിലേക്ക് ഒന്നും കൂടി കയറി ചെല്ലാം. അവിടെ എന്തായിരിക്കും അവിടെയുള്ളത്? വീണ്ടും ആഷർ അവിടെ കടന്നു വന്നിട്ടുണ്ട്, സുന്ദരമായിരിക്കുന്നു. എൻ്റെ കർത്താവേ, നമുക്ക് നോക്കാം. അവസാനം ആഷർ. മെമ്മറി എന്ന് പറയുന്നത്, അതായത് ഓരോ വാക്കും എവിടെയാണെന്നുള്ളത് വ്യക്തമായി പഠിച്ച്, പ്രതിഭകളെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നിങ്ങളെ പ്രതിഭ എന്ന് പറയുന്നത് വളരെ കൃത്യതയോടുകൂടി ഓരോ പദവും എവിടെയാണ്, ആരുടെ കൂടെയാണ് ഗോത്രം എന്നൊക്കെ സുന്ദരമാണത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ തന്നെയാണ്. പരിശുദ്ധാത്മാവിലൂടെ നമുക്കിതൊക്കെ കിട്ടുകയുള്ളൂ. നമ്മുടേതായിട്ടുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഒന്നും അല്ല കേട്ടോ. അത് പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ ഇത് പ്രവർത്തിക്കുന്നത്. വെൽ ഡൺ. സരളം റൗണ്ട് അവസാനിക്കുകയാണ്. എല്ലാവരും മനോഹരമായിട്ട് തന്നെ ഇവിടെ പങ്കെടുക്കുകയുണ്ടായിരുന്നു. എത്ര ആഴമായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ ലളിതമായിട്ട് അവർക്ക് ഉത്തരം പറയാൻ സാധിച്ചു. ചില ആൾക്കാർ ഓപ്ഷൻ ഇല്ലാതെ പറഞ്ഞു, ചിലർ ഓപ്ഷൻ എടുത്തു. പിന്നെ 50-50 ആരും എടുത്തില്ല എന്നതാണ് ഈ ഒരു റൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നിൽക്കുന്നത്. അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിട്ടും അങ്ങോട്ട് പോയില്ല എന്നതാണ്. എങ്കിലും നല്ലതുപോലെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ പോയിന്റ് പട്ടികയിലേക്ക് പോകാം. നമ്മളുടെ 4ാമത്തെ റൗണ്ട് ഇന്നിവിടെ പൂർത്തിയാകുമ്പോൾ കണ്ടസ്റ്റൻസിന് ലഭിച്ചിരിക്കുന്ന സ്കോർ ഇങ്ങനെയാണ്: മേരി തോമസ് 32.5 മാർക്ക്, അമല ഷിൻഡോ 45 മാർക്ക്, ആനി ജോർജ് 32.5 മാർക്ക്, ലിയ ട്രീസ സുനിൽ 27.5 മാർക്ക്, ജിസ്മോൻ സണ്ണി 25 മാർക്ക്, ഷിബു തോമസ് 45 മാർക്ക്. ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ അടുത്ത റൗണ്ട്, 5ാമത്തെ റൗണ്ട്, അക്ഷരം റൗണ്ട്. ഈ റൗണ്ടിന്റെ പ്രത്യേകത, നമ്മൾ ഇതുവരെയുള്ള റൗണ്ടിൽ ഒരു അക്ഷരം, ഒരു വാക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാക്യത്തിന്റെ പകുതിയൊക്കെയാണ് ഉത്തരമായി കൊടുത്തിരുന്നത് അല്ലേ. പക്ഷേ ഈ റൗണ്ടിൽ മാത്രം നിങ്ങൾ ഒരു ചോദ്യത്തിന് കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ടി വരും. അതുകൊണ്ടാണ് അക്ഷരം എന്ന് തന്നെ അത് പേരിട്ടിരിക്കുന്നത്. ക്വിസ് മാസ്റ്റർ, എങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്? ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ ഒരു നിയമജ്ഞൻ വന്ന് ചോദിക്കുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ 2 ചോദ്യമാണ് അങ്ങോട്ട് ചോദിക്കുന്നത്.
നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കും. നീ എന്തു വായിക്കുന്നു എന്നല്ല, എങ്ങനെ വായിക്കുന്നു. പോസ് അന ഗിനസ്കെയിൻ എന്നാണ്. ഹൗ ഡു യു റീഡ്, വാട്ട് ഈസ് റിട്ടൺ ദയർ, ഹൗ ഡു യു റീഡ്. ഈ ഹൗ ഡു യു റീഡാണ് സാരം എന്ന് പറയുന്നത്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, അതിൻ്റെ ഒരു ആഴമായ തലം മനസ്സിലാക്കണം. അവനപ്പോൾ പറയുന്ന ഉത്തരം എന്താണ്? വളരെ വ്യക്തമായ ഉത്തരമാണ്. അതായത് പഴയ ആ തോറയിൽ ആദ്യത്തെ 5 പുസ്തകത്തിൽ 613 നിയമങ്ങളുണ്ട്. ഈ 613 നിയമങ്ങളെ 2 സംഗ്രഹിച്ചിട്ടുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ലും നിയമാവർത്തനം 5-ലും 10 കൽപ്പനകൾ എന്ന പോലെ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടും എല്ലാത്തിൻ്റെയും ഒരു സംഗ്രഹമായാണ് ആ നിയമജ്ഞൻ ഉത്തരം പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്ന് പറയുന്നു. നോക്കുക, ഈ 613 നിയമങ്ങളുടെ സംഗ്രഹം ചെറുതായിട്ടങ്ങ് പറയുകയാണ്. ഇതാണ് വായന എന്ന് പറയുന്നത്. നമ്മുടെ വായനകൾ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സംഗ്രഹത്തെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇതിൻ്റെ ആശയം ഉണ്ടാകണം. വചനവും വചനഭാഗവും ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും ആ ചോദ്യത്തിന്. ഓക്കെ, നിങ്ങൾക്കൊരു ഓരോ പേപ്പറുകൾ തരും, പേനയും ഉണ്ടാകും. നിങ്ങൾ എഴുതുക. അതിനുശേഷം ജൂറിയുടെ അരികിലേക്ക് നമ്മളിത് കൊടുക്കും. നമ്മളിവിടെ വരുന്ന ഉത്തരം നിങ്ങളുടെ ഉത്തരങ്ങളിലുണ്ടെങ്കിൽ അതിന് മാർക്ക് ലഭിക്കുന്നതായി. പൂർണ്ണമായ ഉത്തരമാണെങ്കിൽ 10 മാർക്ക് ഒരു ചോദ്യത്തിന് ജൂറി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഉത്തരം മുഴുവനും നമ്മുടെ വചനഭാഗത്തുള്ളതാണ്, പഠനഭാഗത്തുള്ളതാണ് ഉത്തരം. മനസ്സിലായി? ഒരു സാരം, അതിൻ്റെ സംഗ്രഹം എന്ന നിലയിൽ നിങ്ങൾക്കത് പറയാൻ പറ്റും എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആദ്യം കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ നമ്പർ എഴുതി വയ്ക്കുക. ഒരേ ഒരു ചോദ്യമാണ് ഈ റൗണ്ടിലുള്ളത്, 6 ചോദ്യമില്ല കേട്ടോ. ഒറ്റ ചോദ്യമേ. ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിങ്ങൾ ഉത്തരം എഴുതുക. ഈ റൗണ്ട് തീർന്നു. ക്ലിയർ? എല്ലാവർക്കും ഒരു ചോദ്യം. എല്ലാവരുടെയും പേന ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ ചോദ്യം തരട്ടെ? ഓക്കെ, ലെറ്റ്സ് ഗോ. യേശുവിൻ്റെ അധികാരവും ആധികാരികതയും ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു പ്രധാന വിഷയമാണ്. ഏതൊക്കെ തലങ്ങളിലാണ് അധികാരത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്? അവിടെ ഏതൊക്കെ തലങ്ങളിൽ യേശുവിൻ്റെ അധികാരത്തെ നമ്മൾ അവിടെ കാണാൻ സാധിക്കും? യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. ഏതൊക്കെ തലങ്ങളിലാണ് യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള സങ്കല്പം അവിടെ കടന്നു വന്നിട്ടുള്ളത്? നമ്മൾക്ക് 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ പോയിന്റ് ഇട്ടാണെങ്കിലും എഴുതിയാൽ മതി കേട്ടോ. പോയിന്റ് ഇട്ട് എസ് എ പോലെ ഒന്നും എഴുതണ്ട, പോയിൻ്റൊക്കെ ഇട്ട് എഴുതിയാൽ മതി. നിങ്ങളിത് മുഴുവനും വായിച്ച ആൾക്കാരാണല്ലോ. നമ്മൾ 2 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്, 1.5 മിനിറ്റായി.
മിനിറ്റായി നമ്മൾ കുറച്ചുകൂടി സമയം നീട്ടിത്തരികയാണ് കേട്ടോ. ആനുകൂല്യങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ നിർത്തുക. നമ്മൾ 2.5 മിനിറ്റായി. എല്ലാവരുടെയും ജസ്റ്റ് ചേച്ചി എല്ലാവരുടെയും വാങ്ങിക്കാം. നമ്മളിപ്പോൾ അക്ഷരത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കുകയാണ്. ഓർക്കണം ഒരു കാര്യം, വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായ തലത്തിലാണ് നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. വസ്തുനിഷ്ഠമെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഉത്തരം ഇവിടെ ഉണ്ട്, സുവിശേഷത്തിലുണ്ട്. അധികാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ, അത് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അധികാരമെന്ന ആശയവും സംഭവവും അവിടെ കടന്നു വന്നിട്ടുണ്ട് ചിലയിടത്തേക്ക്, അതും നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതാണ് ആത്മനിഷ്ഠം, സബ്ജക്റ്റീവായിട്ടും വരണം. അപ്പം അങ്ങനെയുള്ളൊരു ഉത്തരം വരണം. അപ്പോൾ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി ആത്മനിഷ്ഠമായിട്ട് സബ്ജക്റ്റീവായിട്ട് ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോയിന്റ് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒന്ന്, പ്രബോധനങ്ങളിൽ അവനുള്ള അധികാരം നമുക്ക് കാണാൻ സാധിക്കും. 2, അശുദ്ധാത്മാക്കളുടെ മേൽ അവനുള്ള അധികാരം നമുക്ക് കാണാം. പാപം ക്ഷമിക്കുന്നതിന് മേൽ അവന് അധികാരമുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് സുഖപ്പെടുത്തുന്നതിന് എനിക്ക് അധികാരമുണ്ട്, നീ എൻ്റെ ഭവനത്തിലേക്ക്, അവിടെ ഒരു സങ്കല്പം കടന്നു വരുന്നില്ലേ? അവന് സുഖപ്പെടുത്താനുള്ള അധികാരമുണ്ട് യേശുവിന്. ഇനിയുമുണ്ട്, പ്രകൃതിയുടെ മേൽ അവൻ അധികാരമുള്ളത് നമ്മൾ കണ്ടതല്ലേ? പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. മരണത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട് അല്ലേ? പിന്നെ യാക്കോബിന്റെ ഭവനത്തിൻ്റെ മേൽ 1-ാം അധ്യായത്തില് അവൻ അധികാരം, ഭരണം നടത്തും അധികാരം. അപ്പോൾ ഏകദേശം 7 കാര്യങ്ങളാണ് അവിടെ വരേണ്ടത്. 7 കാര്യങ്ങളിൽ നിങ്ങൾ 7 വന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പലർക്കും. എങ്കിലും അത് നമ്മൾ കണ്ട ആ ഭാഗത്തിൽ നിന്ന് ആറ്റിക്കുറുക്കിക്കൊണ്ടുവന്ന സാധനമാണ്. നിങ്ങൾക്കിതെല്ലാം അറിയാം, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഇതാണ് ആത്മനിഷ്ഠം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഒറ്റവാക്കിൽ ഇതിന് എല്ലാത്തിൽ നിന്നും നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ ജിഷാജി പറയുന്നതായിരിക്കും. ജോൺ പോൾ രണ്ടാമൻ പാപ്പ സഭയിലെ ബൈബിൾ വ്യാഖ്യാനം എന്ന രേഖയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഗ്രന്ഥകർത്താവിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച അർത്ഥം കണ്ടെത്തുന്ന രീതിയിലുള്ള വ്യാഖ്യാന രീതി അനിവാര്യമാണ് എന്ന്. ലോഗോസ് പ്രതിഭാ മത്സരത്തിൻ്റെ 5-ാം റൗണ്ട് ഇവിടെ സമാപിക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന അക്ഷരം റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ, പ്രിയ മത്സരാർത്ഥികളെ, അച്ഛൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ വിശദീകരിച്ച് ഒരു ഉത്തരം നൽകി. അതിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് 10 മുഴുവൻ മാർക്ക് ചോദ്യത്തിനുള്ളത്. കറക്റ്റാണെങ്കിൽ, ഉത്തരം പൂർണ്ണമായും കറക്റ്റാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് ഇങ്ങനെയാണ്: മേരി തോമസ് 4.3 മാർക്ക്, അമല ഷിൻഡോ 2.8 മാർക്ക്, ആനി ജോർജ് 5.7 മാർക്ക്, ലിയ ട്രീസ സുനിൽ 7.1 മാർക്ക്, ജിസ്മോൻ സണ്ണി 2.8 മാർക്ക്, ഷിബു തോമസ് 8.6 മാർക്ക്. ലോഗോസ് പ്രതിഭ 2023 ഇന്നത്തെ മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. മികച്ച റൗണ്ടുകളുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. റൂബന് ആരുടെ രാജ്യം മുഴുവനുമാണ് ഓഹരിയായി ലഭിച്ചത്? യൂദാ ഗോത്രത്തിൻ്റെ ഇടയിലാണ്
ഓഹരി ലഭിച്ചത്. ആരൊക്കെയാണ് ഇസ്രായേൽ ജനം തുരുത്താതിരുന്നത്? കാനാന്യരെ തുരുത്തില്ല. ആരെക്കുറിച്ചാണ് അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കുമെന്ന് പ്രഭാഷകൻ പറയുന്നത്? ചോദ്യം ഇതാ, ഹെബ്രോൺ എന്ന പട്ടണത്തിന്റെ പ്രത്യേകതകൾ ഏവ? അതിൻ്റെ പഴയ പേര് കിരിയാത്ത് അർബ എന്നായിരുന്നു. രണ്ടുപേരുണ്ട്. അത് കാലബിന് അവകാശമായി കിട്ടിയ സ്ഥലമാണ്. പുരോഹിതനായ എലയാസർ, പുരോഹിതനായ ഫിനെഹാസ്,